ജലമേള മറ്റന്നാളാണ്. നിങ്ങൾക്കറിയാം, നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായിൽ അരങ്ങേറുക മറ്റന്നാളാണ്. മണിക്കൂറുകളെ ഇനി ബാക്കിയുള്ളൂ. പരിശീലന ക്യാമ്പുകളെല്ലാം ആവേശപ്പോരിലാണ്. നെഹ്റു ട്രോഫിയുടെ ജലരാജാക്കന്മാരായ കാരിച്ചാൽ ചുണ്ടന്റെ ബി ടീമാണ് ആയാമ്പറമ്പ് പാണ്ടി. ഈ ക്യാമ്പിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് അറിയണ്ടേ? നമ്മൾ ബി ടീമിൽ എന്ത് സംഭവിക്കുന്നു അറിയണ്ടേ? കായലോളങ്ങളിൽ തുഴയെറിയുന്നത് സാക്ഷാൽ ആയാപറമ്പ് പാണ്ടി. കഴിഞ്ഞ വർഷത്തെ ജലരാജാക്കന്മാരായ കാരിച്ചാൽ ചുണ്ടന്റെ ബി ടീം. പുന്നമടയിൽ കപ്പുയർത്താനുള്ള പരിശീലനമാണ് പമ്പയാറ്റിൽ നടക്കുന്നത്. കാരിച്ചാലിനെ കുറിച്ച് സ്പെഷ്യലായിട്ട് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം വർഷങ്ങളായിട്ട് കാരിച്ചാലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരിച്ചാൽ വള്ളം എന്നത്. അതിലൊരു മാറ്റവും ഇല്ല. ആ വള്ളം ഇന്നും അതുപോലെ തന്നെ കളിച്ചു തരുന്നുള്ളതാണ് ഏറ്റവും വലിയ. ബാക്കി പല വള്ളങ്ങളിലും പല വ്യത്യാസങ്ങൾ പറ്റിയെങ്കിലും കാരിച്ചാൽ അതേ ലെവലിൽ തന്നെ ഇന്നും ഓടുന്നുണ്ട്. ഈ വർഷവും അത് ട്രോഫി എടുത്തിരിക്കും. നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പവർ പാണ്ടി 9-നുള്ളിൽ CBL സെലക്ഷൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ കളിക്കുന്നത്. കാരിച്ചാൽ ചുണ്ടൻ നെഹ്റു ട്രോഫിയും പാണ്ടി CBL സെലക്ഷൻ നേടുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാ കരക്കാരും. മത്സരത്തിനിറങ്ങും മുമ്പ് ഒരു മാസക്കാലം കഠിന പരിശ്രമം. ക്യാമ്പിൽ തന്നെ ജീവിതം, പ്രത്യേക ഭക്ഷണക്രമം, മൊബൈൽ ഫോൺ ഉപയോഗത്തിന് പോലും നിയന്ത്രണമുണ്ട്. ഏറ്റവും ഒടുവിൽ ചുണ്ടനെ കുതിരവേഗത്തിൽ പായിക്കാനുള്ള കരുത്തിലേക്കാണ് ഓരോരുത്തരും പാകപ്പെടുക. 30-ാം തീയതി നെഹ്റു ട്രോഫി ട്രാക്കിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കും. അത് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും, അത് ഉറപ്പാണ്. ചുണ്ടൻ വള്ളങ്ങളാണ് ഇക്കുറി മാറ്റുരയ്ക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലായി ആകെ 71 വള്ളങ്ങൾ. ഒരേ താളത്തിൽ ഒരേ മനസ്സോടെ തുഴയെറിഞ്ഞ് ഒരേ ലക്ഷ്യത്തിലേക്ക്. പുന്നമടയിലെ ആവേശപ്പോരിന് ഇനി മണിക്കൂറുകൾ മാത്രം. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.